വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റിന്റെ സംപ്രേഷണാവകാശം സ്വന്തമാക്കിയിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ്. ഇതോടെ ഇന്ത്യൻ ഓൺലൈൻ വിനോദരംഗത്ത് വൻ മാറ്റങ്ങൾക്ക് തുടക്കമിടുകയാണ് പ്രമുഖ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ്. ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ കായിക വിനോദങ്ങളിൽ ഒന്നായ WWE സംപ്രേഷണാവകാശം സ്വന്തമാക്കുന്നതിലൂടെ ഹോട്ട്സ്റ്റാർ, ജിയോ സിനിമ തുടങ്ങിയ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് കടുത്ത മത്സരമാണ് ഉണ്ടാകുന്നത്. WWE ഉടമകളായ TKO ഗ്രൂപ്പുമായി നെറ്റ്ഫ്ലിക്സ് 10 വർഷത്തെ കരാർ ഒപ്പിട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. WWE ഇന്ത്യയിലെ സംപ്രേഷണാവകാശം സോണി പിക്ചേഴ്സ് നെറ്റ്വർക്സിൽ നിന്നാണ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത്. $500 കോടി ഈ കരാർ ആഗോളതലത്തിലുള്ള WWE സംപ്രേഷണാവകാശത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ഇതുവരെ കായിക പരിപാടികൾ സ്ട്രീം ചെയ്തിട്ടില്ലാത്ത ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഇന്ത്യൻ കായിക രംഗത്ത് കൂടുതൽ ശക്തമായി ഇടപെടാനാണ് ശ്രമിക്കുന്നത്. സോണി പിക്ചേഴ്സ് നെറ്റ്വർക്സുമായി WWE 2020 $21 കോടി 5 വർഷത്തെ കരാർ ഒപ്പുവെച്ചിരുന്നു. ഇത് 2025 മാർച്ചിന് ശേഷം അവസാനിക്കും. 2025 മാർച്ചിന് ശേഷം ഈ സംപ്രേഷണാവകാശം സോണിയിൽ നിന്ന് നെറ്റ്ഫ്ലിക്സിന് ലഭിക്കും. 2025 ജനുവരി മുതൽ US, കാനഡ, UK എന്നിവിടങ്ങളിലും ഏപ്രിൽ മുതൽ ഇന്ത്യയിലും WWE പരിപാടികൾ സ്ട്രീം ചെയ്യും. ഇത് ഇന്ത്യൻ വിപണിയിലെ കടുത്ത മത്സരത്തിൽ നെറ്റ്ഫ്ലിക്സിനെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. 2025 മുതൽ WWE പ്രധാന പരിപാടികൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാകും. ഇതോടെ ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർക്ക് പ്രിയപ്പെട്ട ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, ജിയോ സിനിമ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ നെറ്റ്ഫ്ലിക്സ് ഒരു വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യം തീർച്ചയാണ്.